പരിസര ശുചിത്വത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759. നമ്മുടെ സർക്കാർ അരുളിയ പോലെ പരിസര ശുചിത്വത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശ യാത്ര സംഘടിപ്പിച്ചു. ഒരു തവണ മാലിന്യമിടുമ്പോൾ 2 തവണ ചിന്തിക്കുമെന്ന ആശയത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പഞ്ചായത്ത് സന്ദേശയാത്ര പ്രചാരണം നടത്തിയത്. ഓലയമ്പാടിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വലിയ വിഷയം അത് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉണ്ടെങ്കിൽ പോലും കേരളം നേരിടുന്നത് വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് എന്ന് ഇപ്പോഴും കേരളീയർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തേണ്ടി വന്നതും. കഴിഞ്ഞ 7-8 വർഷമായി തുടർച്ചയായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തുകളെ കൊണ്ടും നഗരസഭകളെ കൊണ്ടും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെ കൊണ്ടും വല്ലാതെ ശ്രദ്ധ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിന് വളരെ വ്യത്യസ്തമായ കാരണമുണ്ട്. ആ കാരണം നമ്മൾ തിരിച്ചറിയണം, കേരളീയർ തിരിച്ചറിയണം. അല്ലാതെ ഇങ്ങനെ ജാഥ നടത്തിയതുകൊണ്ടോ പഞ്ചായത്ത് മെമ്പർമാരും അവിടുത്തെ ജനപ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാം നിരന്തരം നമ്മുടെ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളും വന്ന് ഉദ്ബോധിപ്പിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല എന്ന കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. കേരളത്തിലുള്ള ആൾക്കാർ എവിടെയാണ് ജീവിക്കുന്നത്? ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ് കേരളം എന്താണ് കേരളം എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. മറ്റു വിശ്വാസികൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ അത് ലോകത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവൂ, അത് കേരളത്തിൽ മാത്രമായിരിക്കും. നമ്മുടെ കടന്നു പോകുന്ന വളരെ ചുരവും തൊട്ടപ്പുറത്ത് ആലപ്പുഴ ജില്ലയിലെത്തിയ അഷ്ടമുടിക്കായ എന്ന് പറയുന്ന കായ, ഇതാണ് 2 ഗ്യാപ്പുള്ളത്. ബാക്കി പൂർണ്ണമായും ഒരു പർവ്വത നിരയാണ്. മറ്റൊരു ഭാഗത്ത് കിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുണ്ട്. ഈ അറബിക്കടലും ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് പർവ്വത നിരകളുള്ള വളരെ വ്യത്യസ്തമായ ഒരു സംവിധാനമുള്ള കടലിൽ നിന്ന് എല്ലാ സമയത്തും കാറ്റ് കരയിലേക്ക് വീശുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ കാറ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം വരെയാണ് എന്ന് പറഞ്ഞാൽ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. MK കരുണാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോർഡിനേറ്റർ സോമൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. TK രാജൻ, K സരിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്പൂതിരി, ലൈല K, PP വിജയൻ, രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിഷ എന്നിവർ പ്രസംഗിച്ചു. VO സനൂപ് നന്ദി പറഞ്ഞു. ജാഥ പെരുവാമ്പ, കക്കറ, വെള്ളോറ, പെരുമ്പടവ്, കുറ്റൂർ, മാതമംഗലം, പേരുൾ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് കണ്ണാപ്പള്ളിപ്പൊയിലിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ തമ്പാൻ മാസ്റ്റർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാർ അരുളിയ പോലെ പലവിധ രോഗം വന്നാൽ അതിന്റെ കാരണം പഞ്ചായത്തോ. പലവിധ രോഗം വന്നാൽ അതിന്റെ കാരണം പഞ്ചായത്തോ. പലവിധ രോഗം വന്നാൽ അതിന്റെ കാരണം സർക്കാരാണോ? നാട്ടിൽ പലവിധ രോഗം വന്നാൽ അതിന്റെ കാരണം സർക്കാരാണോ? മലയാളിക്കൊരു ശീലമതുണ്ട്. ഈ മലയാളിക്കൊരു ശീലമതുണ്ട്. മലയാളിക്കൊരു ശീലമതുണ്ട്. കാലത്തും കൂടി സന്ധ്യത്തും കൂടി വേണമെങ്കിൽ കുറ്റത്തും കൂടി. നിങ്ങളുടെ
സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ്, സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടൈൽസ് ഗാലറി, ചെറുപുഴ. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം. ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കക്കേഞ്ചാൽ, ചെറുപുഴ. കോൾ 4985240759.